കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ആവി പറക്കുന്ന ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഗാർലിക് ചിക്കനാണ്. അതിനായിട്ട് 750 ഗ്രാം ചിക്കന് ബോണോട് കൂടിയുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം കടു വറക്കാം. അപ്പം അതിനായിട്ട് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഞാനൊരു കണക്ക് വെച്ചങ്ങ് ഒഴിക്കുകയാണ്. ഏകദേശം ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് സ്പൈസസ് എടുത്തിട്ടുണ്ട്. അത് 1 സ്പൂണ് പെരിഞ്ജീരകം, കുറച്ച് ഗ്രാമ്പു, ബേ ലീഫ്, കറുവപ്പട്ട, പിന്നെ ഏലക്ക, സ്റ്റാർ. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായാൽ മതി. നമുക്കപ്പോഴത്തേക്ക് 1 സ്പൂൺ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത് അവൻ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണോളം വെളുത്തുള്ളിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ മൊത്തം 3 സ്പൂൺ വെളുത്തുള്ളിയാണ് എടുത്തിരുന്നത്. അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി വെളുത്തുള്ളി വേണം. ഒന്ന് വഴറ്റിട്ട് പച്ചച്ചവ ഒന്ന് മാറി കിട്ടണം. പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനതിലേക്കൊരു 2.5 സവാള ചേർത്ത് കൊടുക്കാം. കനം കുറച്ച് അരിഞ്ഞതാണ് സവാള. നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കാണ്. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് എന്നിട്ട് വഴറ്റാം. ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഒന്ന് വഴറ്റിയിട്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും തേങ്ങായും പിന്നെ ഒരു സ്പൂണ് കുരുമുളകും കൂടി അരച്ചുകൊണ്ട് വരാം. ഇതിലേക്ക് നമ്മൾ ഒരു 2 ചെറിയ തക്കാളി നമുക്ക് ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ച് വേവിക്കാം. തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ആകണം. ഇതിലേക്ക് ഞാനൊരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവില്ല, അതുകൊണ്ടാണ് 3 സ്പൂൺ ഞാനങ്ങ് ചേർത്ത് കൊടുത്തത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട്. ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. ഈ സവാളയൊക്കെ ആയിട്ടേ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. പൊടിയൊന്ന് വഴണ്ട് വന്നു. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ചിക്കൻ ഇട്ടിട്ട്. ഞാനിതിലേക്ക് 1 സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ചിക്കനിലെ വെള്ളം കൊണ്ട് തന്നെ ഇതങ്ങ് വേവും.
പിന്നെ തൈരും ചേർത്ത് കൊടുത്തല്ലോ. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും വേവുമ്പോഴേ. നല്ലോണം ഒന്ന് യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ക്യൂബ് ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഗാർലിക്ക് ഞാനിതിൻ്റെ പകുതി ഇട്ട് കൊടുത്തായിരുന്നല്ലോ. 1.5 സ്പൂണോളം ഗാർലിക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരുപാട് മൂക്കണ്ട, നമുക്ക് ഇത്രയൊക്കെ മൂത്താൽ മതി. ഇതിലേക്ക് ഞാൻ അരമുറി സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല മണം വരുന്നു ബട്ടറിൻ്റെയും വെളുത്തുള്ളിയുടെയും സവാളയുടെയും. ഇതൊന്ന് വാടിയാൽ മതി. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് അണ്ടിപ്പരിപ്പും തേങ്ങയും നമ്മൾ അല്പം കുരുമുളകും കൂടെ ചേർത്ത് അരച്ചതാണ്. ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. റെഡിയായിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ഒരു ശക്കല ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമ്മുടെ ആവി പറക്കുന്ന ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ഭട്ടൂരയുടെ കൂടെ ഒക്കെ കഴിക്കാം. എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. കണ്ടിട്ട് മാത്രം പോകരുതേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.